ഹലോ, വെൽക്കം ബാക്ക് ടു മിന്നൂസ് ഡയറി. ഞങ്ങളിന്നൊന്ന് എടപ്പള്ളി വരെ പോയതാണേ. ഇന്നലെ പോയതാണ്. ഇന്നാണ് പോസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ വീഡിയോ. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഏട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്കുള്ള ഡ്രസ്സ് 2 ദിവസം മുന്നേ എടുത്തു. എനിക്ക് ആലുവയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് വേണ്ടി കുറേ കടകൾ പോയി, പക്ഷേ ഏട്ടനൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പൊതുവേ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനല്ലേ ഒരുപാട് ടൈം, ഒരുപാട് കടകളൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കല്. പക്ഷെ ഞങ്ങളുടെ കേസിൽ നേരെ തിരിച്ചാൽ എനിക്കുണ്ടല്ലോ 10-15 മിനിറ്റ് മതി ഡ്രസ്സ് എടുക്കാൻ കേട്ടോ. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല. ആലുവയിൽ കുറേ കടകൾ പോയിട്ടും ഏട്ടന് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം എന്നാൽ ശരി എടപ്പള്ളി പോകാമെന്ന് പറഞ്ഞിട്ട് എടപ്പള്ളി പോകാം. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. ലുലുമോണ്ട് അവിടെയൊക്കെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ട മുതലുള്ള എല്ലാ വാലന്റൈൻസ് ഡേക്കും ഞങ്ങൾ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ വാലന്റൈൻസ് ഡേക്കും ഗിഫ്റ്റ് കിട്ടാറുണ്ട്. എല്ലാ വാലന്റൈൻസ് ഡേ എനിക്ക് അത്രയേറെ സ്പെഷ്യലാണ്. അത് ഗിഫ്റ്റ് കിട്ടുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഓരോ വാലന്റൈൻസ് ഡേ നമുക്ക് ഓരോ മെമ്മറീസ് അല്ലേ. അതുകൊണ്ട് എടുത്ത ഡ്രസ്സ് കാണണ്ടേ. അപ്പോൾ ഇതാണ് എനിക്ക് 2 ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇത് മെറ്റീരിയലാണ്, ഇത് ഏട്ടന് ഇഷ്ടപ്പെട്ടെടുത്താണ്. ഇത് പക്ഷേ എനിക്ക് ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ ഇതെനിക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇത് 2 ചുരിദാറാണ് എനിക്ക് എടുത്തു തന്നത്. പിന്നെ പാൻറ് എടുത്തു, പിന്നെ ഒരു ഷർട്ട് എടുത്തു. പിന്നെ സർപ്രൈസ് ആയിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ പറയും നിനക്കും കൂടി നമുക്ക് ഒരുമിച്ച് പോയെടുത്താൽ 2 പേർക്കും ഇഷ്ടമുള്ള നോക്കി എടുക്കാമല്ലോ എന്ന് പറയും. പിന്നെ ശരിയാണ്, ചിലപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏട്ടന് ചിലപ്പോൾ ഫിറ്റ് ആയില്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് ചില സാധനമൊന്നും ചിലപ്പോൾ സെയിം സൈസ് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ ചിലത് ഫിറ്റ് ആവില്ല, ചിലത് ലൂസ്, അങ്ങനത്തെ സൈസ് പ്രശ്നമൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പോയിട്ടാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുക. സർപ്രൈസ് ആയിട്ടൊന്നുമല്ല. പിന്നെ വരുന്ന വഴിയിൽ ടോൾ തട്ടട കയറിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.